അപ്പോൾ എല്ലാവർക്കും സൂര്യ ടോക്കിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ജേർണലിങ്ങിന്റെ ഡേ 8 ആയി. നമ്മൾ ഇന്ന് സംസാരിച്ച ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ മീ എന്ന് പറയുന്നതാണ്. ഫ്യൂച്ചർ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ മീ ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു 10-20 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ എങ്ങനെയാണോ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു കത്ത് എഴുതുക. അതായത് നമ്മുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ പവർഫുൾ ടൂളാണ് ഈ ഫ്യൂച്ചർ മീ എന്ന് പറയുന്നത്. അപ്പം എനിക്കിപ്പം ഒരു 5 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടോ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഒരു 1,00,000 സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെയാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അത് വിഷ്വലൈസ് ചെയ്യാം. ഞാൻ ഭാവിയിൽ എന്നെ കാണുന്ന ഒരു ലൈഫ് കോച്ചായിട്ടോ അതല്ലെങ്കിൽ ഒരു റൈറ്ററായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു എൻ്റെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള എന്നെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് എനിക്ക് ഞാൻ ജേർണൽ ചെയ്യുക എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ മീ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ചെയ്യാൻ പല ടെക്നിക്കുണ്ട്. ആസ് യൂഷ്വൽ വിഷൻ ബോർഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജേർണലിങ്ങിൽ ഫസ്റ്റ് പേഴ്സൺ ഐ ആം എ ബില്ലിയർ അല്ലെങ്കിൽ ഐ ആം എ മില്ലിയനിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. എന്താണ് എനിക്കിതുപോലെ എൻ്റെ ഇതിൽ 1,00,000 സ്റ്റുഡൻസ് വന്നു, അതിൽ ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അതും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് കാണാം. തേർഡ് പേഴ്സൺ ആയിട്ട് കണ്ടിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ തേർഡ് പേഴ്സൺ ആയിട്ട് കണ്ടിട്ട് സംസാരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മൾ ഈ അയാം കൊണ്ട് എഴുതുമ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അതായത് ഞാൻ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ പോലും എനിക്കത് ഞാൻ അങ്ങനെ പാലിക്കുന്നു എഴുതാനൊരു ഇത് വരും. പക്ഷെ ഞാനിപ്പോൾ എന്നെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് കണ്ടിട്ട് ഞാനിപ്പോൾ വേറൊരാളോട് പറയുകയാണ്, അവള് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അവളുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്ന ചില കാര്യങ്ങളിൽ അവൾക്ക് ചില ന്യൂനതകളുണ്ട്, അതും കൂടെ അവൾ നല്ലതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാകും. ആ രീതിയിൽ വേറെ ആളോട് എന്നെ കുറിച്ചിട്ട് പറയുന്ന പോലെയാണെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചർ മീ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ മീയെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് വളരെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ് ഫ്യൂച്ചർ മീ എന്ന് പറഞ്ഞിട്ട് ബെഞ്ചമിൻ ഹെറാൾഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിൻ്റെ ബുക്ക്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാം. പിന്നെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ മീ ജേർണലിംഗ് ആയിരുന്നു. വിഷൻ ബോർഡ് ഉണ്ടാക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള എന്നോട് ഒരു കത്ത് എഴുതുക. അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തേർഡ് പേഴ്സണിൽ പിന്നെ എന്നെ ആ രീതിയിൽ കണ്ടിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടൊരു ജേർണലിംഗ് എഴുതുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. അപ്പം ഇതാണ് ഫ്യൂച്ചർ മീ. ഫ്യൂച്ചർ മീ ഗോൾസ് അച്ചീവ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടിപ്പാണ്.